എങ്ങനെയാണ് പലപ്പോഴും പലരും പുകവലി തുടങ്ങുന്നത്? പുകയില മൂലം വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില മൂലം ആളുകൾ മരണപ്പെടുന്നത് ക്യാൻസറുകൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് അറ്റാക്ക്, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ മൂലമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിലേഷ് കെ, അമൃത ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിഭാഗം പ്രൊഫസറാണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. നമുക്ക് പുകയിലയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. പുകവലി എല്ലാവർക്കും അറിയാം. പ്രത്യക്ഷ പുകവലി, പരോക്ഷ പുകവലി എന്നിങ്ങനെയുണ്ട്. അഥവാ നമുക്ക് നേരിട്ട് വലിച്ച് അകത്തേക്ക് എടുത്തതിന് ശേഷം പുറത്തേക്ക് വിടുന്നതിനെയാണ് പ്രത്യക്ഷ പുകവലി എന്ന് പറയുന്നത്. പരോക്ഷ പുകവലി എന്ന് പറഞ്ഞാൽ നമുക്ക് ബേൺ ചെയ്യുന്ന സിഗരറ്റിൻ്റെ അറ്റത്തു നിന്നുണ്ടാകുന്ന പുകയാണ് പരോക്ഷ പുകവലി. ഇതുമൂലം ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാർശ്വഫലങ്ങൾ ഈ പുക ശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരോക്ഷ പുകവലി കൂടുതൽ ഡേഞ്ചറസ് ആണെന്ന് പറയേണ്ടി വരും. പുകയില മൂലം ഒരുപാട് അസുഖങ്ങളുണ്ട്. നമുക്കറിയാം, ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങളായ COPD, ക്യാൻസറുകൾ, ഹാർട്ടിൻ്റെ ഡിസീസുകളായ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില മൂലം ആളുകൾ മരണപ്പെടുന്നത് ക്യാൻസറുകൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് അറ്റാക്ക്, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ മൂലമാണ്. ഇത് കൂടാതെ തന്നെ ചെറിയ കുട്ടികളിൽ ഉൾപ്പെടെ സ്കിൻ ക്യാൻസറുകൾ ഉൾപ്പെടെ വരാൻ തേർഡ് ഹാൻഡ് സ്മോക്ക് അഥവാ ഈ പുക ഇൻഡയറക്റ്റായിട്ട് ശ്വസിക്കുന്നത് മൂലമോ ഇത് ഇൻഡയറക്റ്റായിട്ട് ശരീരത്തിൽ പറ്റുന്നത് മൂലമോ ഉണ്ടാകുന്നതാണ്. നമുക്ക് 4000-ഓളം വിഷപദാർത്ഥങ്ങളാണ് ഈ പുകയിലയിൽ അടങ്ങിയിരിക്കുന്നത്. പ്രഗ്നൻ്റായുള്ള ആളുകളിലും കുട്ടികളിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നു. പുകയില മൂലം വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം പുകയിലയുടെ ഒരു പാർശ്വഫലങ്ങളാണ്. പുകയില മൂലം കാലുകളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്ന മൂലമുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ കാല് മുറിച്ച് കളയേണ്ടി വരുന്ന അവസ്ഥ പോലും സംജാതമായേക്കാം. ഇതിന് ബർജേഴ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇത്രയും പ്രത്യാഘാതങ്ങളുള്ള പുകയില എന്തുകൊണ്ടാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ഇതിന് പ്രത്യേക കൗൺസിലിങ്ങുകളും ഫാർമക്കോ തെറാപ്പിയും എല്ലാം വേണ്ടിവരും. പുകയില പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒരു ടൊബാക്കോ സെസഷൻ കൗൺസിലറുടെയോ കിഡ് സ്മോക്കിംഗ് ക്ലിനിക്കിൻ്റെയോ സേവനം തേടേണ്ട ആവശ്യം വരും. ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? പുകയിലയുടെയും പുകയില പ്രോഡക്ട്സുകളുടെയും ഉപയോഗം കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള പല വിപണന തന്ത്രങ്ങളും ഇന്ന് നിലവിലുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആകർഷണീയമാക്കുന്ന, പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് ഇത് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആകർഷണമാക്കുന്നതിന് തന്നെ അതിൻ്റെ പാക്കിങ്ങിലും അതുപോലെ തന്നെ കൂടുതൽ സുഗന്ധം ഉണ്ടാക്കുന്നതിനും ഉള്ള കാര്യങ്ങളെല്ലാം ഈ പുകയില ഉൽപ്പന്നങ്ങളിലുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഫ്ലേവറുകൾ അടയുക, സ്വീറ്റ്സ്, കാൻഡീസ് എന്നീ രൂപങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഇറക്കുക, ഇതിൻ്റെ പരസ്യങ്ങൾക്ക് വേണ്ടി ഡിജിറ്റൽ മീഡിയകളെ ഉപയോഗിക്കുക എന്നിവയെല്ലാമാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുതരുന്ന വിപണന തന്ത്രങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നും സ്വാധീനത്തിൽ പെടാതിരിക്കാൻ നമ്മളുടെ കൗമാരക്കാരായ കുട്ടികളെ ഉപദേശിക്കേണ്ടതും അവരെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടതും ആവശ്യമാണ്. എങ്ങനെയാണ് പലപ്പോഴും പലരും പുകവലി തുടങ്ങുന്നത്? മിക്കവാറും പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ ഒരു പൗരുഷം കാണിക്കാനൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു പുകവലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. ഒരു സേഫ് ലിമിറ്റ്, അതായത് ഒരു സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും സിഗരറ്റ് വലിക്കുന്നതും 10 സിഗരറ്റ് വലിക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് പുകവലി നിർത്തിയ ആളുകൾ പോലും അതിൻ്റെ പാർശ്വഫലങ്ങൾ പിന്നീട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പുകവലി തുടങ്ങുന്നത് മുതിർന്നവർ പുകവലിക്കുന്നത് കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാഡ് റോൾ മോഡൽ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഈ സാഹചര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പുകവലി നിർത്തുക, പുകവലി നിർത്തുവാൻ വേണ്ടിയിട്ട് മറ്റ് ആളുകളെ സഹായിക്കുക, കൗമാരക്കാരെ പ്രത്യേകിച്ച് തുടങ്ങാതിരിക്കാൻ പോലും നമ്മൾ അതിന് പ്രേരിപ്പിക്കുക, ഇതെല്ലാമാണ് നമുക്ക് ഈ പുകയില വിരുദ്ധ ദിനത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ മൂലം പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകും. ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള 1-2 ക്യാൻസറുകൾ, ഒന്ന് ശ്വാസകോശ ക്യാൻസറും 2 വായിലെ ക്യാൻസറുമാണ്. ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പുകവലി മൂലമുണ്ടാകുന്ന ഒരു ക്യാൻസറിൽപ്പെട്ടതാണ് ശ്വാസകോശ ക്യാൻസർ. ഏത് രീതിയിലും വരാം. അതിൻ്റെ ചികിത്സ വളരെ സങ്കീർണമാണ്. രക്തം ചുമച്ച് തുപ്പുക, ശ്വാസം മുട്ടൽ, കഫം വരിക, ഇതെല്ലാമാണ് ശ്വാസകോശ ക്യാൻസറിൻ്റെ. അതുപോലെ
വെള്ളക്കെട്ട് വരിക, ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടിയാണ് ശ്വാസകോശ ക്യാൻസറുകൾ പോകുന്നത്. അതേപോലെ തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ക്യാൻസർ, ഇന്ത്യയിൽ ഏകദേശം 12% ആളുകളിലും ഉള്ള ഒരു ക്യാൻസറാണ് ഓറൽ ക്യാൻസർ. വായിലേക്ക് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും പലപ്പോഴും ഒരു സിനിമാ തിയേറ്ററുകളിൽ അതിൻ്റെ പല പിക്ചേഴ്സും. അതുപോലെ തന്നെ പുകയിലയുടെ ഈ പാക്കറ്റുകളിൽ പോലും ഇപ്പോൾ 50% മുകളിൽ ഉള്ള ഒരു ഏരിയയിൽ ഇതുപോലുള്ള പിക്ചറുകൾ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത്രത്തോളം ഭീതികരമായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഓറൽ ക്യാൻസർ. ഭക്ഷണം കഴിക്കുവാനും സംസാരിക്കുവാനുമുള്ള ബുദ്ധിമുട്ട് നേരിടുക, കോസ്മെറ്റിക് അപ്പിയറൻസ് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ് ഓറൽ ക്യാൻസർ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഒരാളുടെ കുടുംബാന്തരീക്ഷത്തിലെയും സാമ്പത്തിക സ്ഥിതിയെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ജീവനെ തന്നെയും ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ വളരെ ജാഗരൂകരാവേണ്ട ഒരു ആവശ്യമുണ്ട്.